ഹായ് ഹലോ. ഇന്നലെ ആക്ച്വലി വീഡിയോസ് ഒന്നും ഇടാനില്ലായിരുന്നു ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് വെറുതെ ഇവിടെയൊക്കെ ഇങ്ങനെ വായി നോക്കി നടക്കുന്ന വീഡിയോസ് ഇടാറ്. ആക്ച്വലി ഇപ്പോൾ ഏകദേശം സമയം ഒരു 6 മണിയാവാൻ പോകുന്നു കേട്ടോ. അപ്പം 6 മണി സമയത്താണ് ഇങ്ങനെ വീട്ടിലിങ്ങനെ വായി നോക്കി നടക്കുന്നത്. അങ്ങനെ ഞാനൊരു കാര്യം പറയാം ഗൈസ്. ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് താമരയൊക്കെ ഭയങ്കര ക്രേസാണ്. താമര, ആമ്പൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗാർഡനിങ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ യൂട്യൂബിലൊരു ചാനലിൽ നിന്ന് അവരുടെ 2 താമരയുടെ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ആക്ച്വലി അത് എൻ്റെ നടിലിൻ്റെ പ്രശ്നമാണെന്ന് അറിഞ്ഞുകൂടാ. കിളിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ, അത് ആമ്പലായിട്ടാണ് കിളിച്ചു വന്നത്. മിക്കവാറും എൻ്റെ നടിലിൻ്റെ കുഴപ്പമായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഞാൻ പുതിയ താമര വാങ്ങിച്ചു ഗൈസ്. ഇതാ നട്ട് വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതോ ഒരു ട്രോപ്പിക്കൽ എന്തോ ഒരു ഇന്ത്യയാണെന്ന് തോന്നുന്നു കേട്ടോ. അത്ര എനിക്ക് അറിയത്തുള്ളൂ. ഇതാ നോക്കൂ, റംബൂട്ടാൻ വെള്ളത്തിൽ കിടക്കുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മുടെ വീടിൻ്റെ മുൻവശത്തായിട്ട് റംബൂട്ടാൻ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. ആ മരമാണ് കേട്ടോ ഇത്. ഈ കൊല്ലം പക്ഷെ ആക്ച്വലി കുറവാണ് പിടിച്ചേക്കുന്നത് കേട്ടോ, വലുതായിട്ട് പിടിച്ചിട്ടില്ല. ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരട്ടെ. ഇതെന്താണെന്നറിയാവോ? ഇതാണ് ഞോണിപ്പഴം കേട്ടോ. ഇത് ആക്ച്വലി ഒത്തിരി ഹെൽത്തിനൊക്കെ നമ്മൾ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു പഴം കേട്ടോ. പക്ഷെ ഇത് പഴുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര സ്മെല്ലാണ്. ഇത് പഴുത്ത് നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാമേ. ഇതുണ്ടോ, ഇങ്ങനെ വരും പഴുത്ത് കഴിയുമ്പോൾ. അടന്ന് വീഴുമ്പോൾ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. പക്ഷേ ഇത് നമുക്ക് കുറേ കാര്യങ്ങൾക്കൊക്കെ യൂസ് ആക്കാനൊക്കെ പറ്റും. പിന്നെ ഇതിൻ്റെ ടോണിക്കിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ സ്മെല്ല് കാരണം നമ്മൾ വെട്ടിയൊക്കെ കളഞ്ഞു കേട്ടോ. കുറച്ച് ഭയങ്കര സ്മെല്ലായിരുന്നു ഇതിന്. ഇത് വേറൊരു റംബൂട്ടാൻ മരമാണേ. ഇതിനകത്തെന്താ റംബൂട്ടാൻ നിറയെ പഴുത്ത് നിൽപ്പുണ്ട്. കുറച്ച് നമ്മൾ പിച്ച് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പ്രാശംപൂട്ടും ഉണ്ട്. പ്രാശംപൂട്ടൊക്കെ നമ്മൾ പിച്ച് ഗായ്സ്. ഇത് മറ്റേ സപ്പോട്ട, ഭയങ്കര മധുരമോ ഗായ്സ്, തോനെയുണ്ട് കേട്ടോ ഈ മരത്തിൽ. ഇതൊരു കുഞ്ഞു മരമാണ്. ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. കണ്ടോ, ചെറിയ മരമാണ്. പക്ഷെ ഇഷ്ടം പോലെ സപ്പോട്ട പിടിച്ചിട്ടുണ്ട്. ഭയങ്കര മധുരം കേട്ടോ, നല്ല ടേസ്റ്റാണ് പഴുത്ത് കഴിഞ്ഞു. പക്ഷേ ഇച്ചിരി താമസമുണ്ട് ഗൈസ് പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ സൂര്യണ്ണൻ അസ്തമിക്കാൻ പോവുകയാണ് ഗൈസ്. ഫൈനലി നമുക്ക് മഴ പെയ്ത് ഗൈസ്. അത്യാവശ്യം നല്ല അടിപൊളി മഴയാണ് കേട്ടോ.